പാഠം 639. നേരം തെറ്റി വരുന്ന പനി. ഗുരുതരമായ ക്രമക്കേട്. ജലസേചന വകുപ്പിലെ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. നടപടികളിൽ ഗുരുതരമായ ക്രമക്കേടുകൾ വരുത്തിയതുകൊണ്ട് ജലസേചന വകുപ്പിലെ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ആരോപണം ഉയർന്നതിനെ തുടർന്ന് ഉദ്യോഗസ്ഥനോട് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. അതിനുള്ള മറുപടിയിൽ തന്റെ മേലുദ്യോഗസ്ഥർ പറഞ്ഞത് അനുസരിക്കുക മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ എന്ന് കീഴുദ്യോഗസ്ഥൻ പറഞ്ഞു. മേലുദ്യോഗസ്ഥന്മാരുടെ നിർബന്ധങ്ങൾക്ക് വഴങ്ങി നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തുന്ന കീഴുദ്യോഗസ്ഥർ മാത്രം ശിക്ഷിക്കപ്പെടുകയും മേലുദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നത് വിവിധ സർക്കാർ വകുപ്പുകളിൽ പതിവാണ്. വിദ്യ, ഞാൻ നിന്നെ വിളിക്കാതിരിക്കായിരുന്നു. ഞാനിന്ന് ഓഫീസിലേക്ക് വരില്ല. ഉച്ചയ്ക്ക് വേറൊരു പരിപാടിയുണ്ട്. ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്ന ഹരിചന്ദ്ര സാറിന് നിനക്ക് ഓർമ്മയില്ലേ? സാറ് പുതിയ വീട് വെച്ചു. ഇന്നാണ് പാല് കാച്ചല്. ഞാൻ കുറെ കാലം പുള്ളിക്കാരന്റെ ജൂനിയറായിട്ട് ജോലി ചെയ്തല്ലേ. പാല് കാച്ചന് ചെല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് മോശമല്ലേ? ഉച്ചയ്ക്കാന്നേ മോഹനേട്ടൻ കൂടെ വരാന്ന് സമ്മതിച്ചിട്ടുണ്ട്. 1 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് 2 മണിക്ക് തിരിച്ച് ഓഫീസിലെത്താമെന്ന് ഞാൻ വാക്കു പറഞ്ഞു ഒരു വിധത്തിൽ സമ്മതിപ്പിച്ചെടുത്തതാ. ശരി, അപ്പൊ ഞാൻ ഉച്ച കഴിഞ്ഞ് വിളിക്കാം. അതെ, ഓഫീസിൽ ആരോട് വിവരം പറയണ്ട. ഹരിചന്ദ്ര സാറ് അധികവാരം വിളിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നേ. ശരി. വിദ്യായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മോഹനേട്ടാ, ഹരിചന്ദ്ര സാറ് വളരെ കുറച്ചു പേരെ ഈ പാലുകാച്ചലിന് ക്ഷണിച്ചിട്ടുള്ളെന്ന്. വിദ്യാലക്ഷ്മി സംഭവം അറിഞ്ഞിട്ടില്ല. എന്തായാലും എന്നെ വിളിക്കാതിരിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. 2 വർഷം ഞാൻ സാറിന്റെ ഓഫീസ് ജോലി ചെയ്തതല്ലേ. പ്രാക്ടീസ് ഹൈക്കോടതിയിലേക്ക് മാറ്റാൻ നേരത്തും എന്നെ വിളിച്ചതാ. പക്ഷേ ഞാൻ ഹൈക്കോടതിയിലേക്ക് പ്രാക്ടീസിന് പോയിട്ടുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസറുടെ കാര്യം എന്താവും ഓർത്തിട്ടാണ് ഞാൻ പിന്നെ പോവാതിരുന്നത്. ഇത് പറ്റി മുഖത്തൊരു ഗൗരവം ഒന്നുമില്ല. അപ്പൊ ഉച്ചയ്ക്ക് കൃത്യം 1 മണിയാകുമ്പോഴേക്കും ഞാൻ സ്കൂളിനടുത്തെത്തിയേക്കാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയി ഹരിചന്ദ്ര സാറിന്റെ വീടും കണ്ട് അവിടെ നിന്ന് ഊണും കഴിച്ച് കൃത്യം 2 മണിയാകുമ്പോഴേക്കും മോഹനേട്ടൻ ഓഫീസിൽ തിരിച്ചെത്തുകയും ചെയ്യാം. ഇന്നലെ വിളിച്ചപ്പോൾ ഹരിചന്ദ്ര സാറ് ചോദിച്ചു മോഹനകൃഷ്ണൻ വരുമെന്ന്. ഞാൻ പറഞ്ഞപ്പോ ഹരിചന്ദ്ര സാറിന് ഭയങ്കര അത്ഭുതം. ഇന്ന് മോഹനേട്ടൻ അവിടെ കാണുമ്പോ കക്ഷി ഞെട്ടൂലേ. പിന്നെ പ്രസന്റേഷൻ വാങ്ങുന്ന കാര്യം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. സ്കൂളിന്റെ നേരെ എതിർവശത്തുള്ള ഫിലിപ്പോസിന്റെ കടയിൽ നമുക്ക് കയറാം. അവിടെ ഒരുപാട് ഫാൻസി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ 2 കൊല്ലം എനിക്ക് ശമ്പളം തന്ന ആളാണ് ഹരിചന്ദ്ര സാറ്. അങ്ങേർക്ക് എന്തെങ്കിലും പ്രസന്റേഷൻ വാങ്ങുമ്പോ എന്റെ സാറ് പിശുക്ക് കാണിക്കരുത്. അത്യാവശ്യം കാശ് കൈ കരുതിക്കൊള്ളണേ. ശിശുപാല, ഞാനാ മോഹനകൃഷ്ണൻ സാർ. ഞാനിന്ന് ഓഫീസിലേക്ക് വരുന്നില്ല. ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് പനിയാണെന്ന് പറഞ്ഞാൽ മതി. അതെ, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്ക്. ശരി. മോഹനേട്ടാ, ഞാൻ ഷർട്ട് മുണ്ടും തേച്ച് വെച്ചിട്ടുണ്ടേ. അതെടുത്തിട്ടിട്ട് വരുമ്പോഴേക്കും ഞാൻ കഴിക്കാനുള്ളതൊക്കെ എടുക്കാം. ഇന്നെന്താണ് മോഹനേട്ടൻ പറയാതെ തന്നെ ഞാൻ ഷർട്ടും മുണ്ടും തേച്ചതും അടുക്കളയിലെ ജോലിയൊക്കെ നേരത്തെ തീർത്തും എന്നായിരിക്കും ഇപ്പൊ സാർ ആലോചിക്കുന്നത്? ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഒരു എതിർപ്പും കൂടാതെ മോഹനേട്ടനെ സമ്മതിച്ചു തരുന്നത്. സാധാരണ എന്റെ കൂടെ എവിടെയെങ്കിലും വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 ന്യായം പറഞ്ഞ് അതെങ്ങനെയെങ്കിലും മുടക്കും നോക്കൂലോ. എന്തു പറ്റി? എന്തോ ഒരു കാര്യമുണ്ടല്ലോ. അല്ല, എന്റെ മോഹനോട് അങ്ങനെ മിണ്ടാതിരിക്കില്ല. എനിക്ക് നല്ല പനി. പനിയോ? ചുമയുണ്ട്. രാവിലെ എഴുന്നേറ്റപ്പോൾ ഭയങ്കര അസ്വസ്ഥതയുണ്ട്.
ഇപ്പോ നല്ല തലവേദനയും. എനിക്കൊന്നുമില്ല. ഉള്ളിലാ പനി, പക്ഷെ നല്ല തലവേദനയുണ്ട്. പത്രം വായിക്കാൻ പോലും ഞാൻ നല്ല പാടുപെട്ടു. എന്നാ ഒരു കാര്യം ചെയ്യും, ഞാനൊരു ഗുളിക തരാം. കാപ്പി കുടിച്ചിട്ട് ഒരു ഗുളിക കഴിച്ചിട്ടുണ്ടെങ്കിൽ 1/2 മണിക്കൂറുകൊണ്ട് തലവേദന മാറും. അവനെ അവന് ഒരു അസുഖം വരുമ്പോ നമ്മുടെ ഇഷ്ടത്തിന് തോന്നും പോലെ ഗുളിക കഴിക്കുന്നത് ശരിയല്ല. ഗുളിക കഴിക്കുന്നത് തന്നെ ശരീരത്തിന് ദോഷമാണ്. ഇനിയിപ്പോ ഗുളിക കഴിച്ചേ പറ്റുന്നതാണെങ്കിൽ ഡോക്ടർ പറഞ്ഞാൽ മാത്രമേ കഴിക്കാവൂ. എന്റെ മോഹനേട്ടാ, ഒരു ചെറിയ തലവേദന വരുമ്പോഴേക്കും ഡോക്ടറെയൊക്കെ കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എളുപ്പമാണോ? അത് നമ്മുടെ വക എന്തെങ്കിലുമൊക്കെ പൊടുക്കുകയും നോക്കണം. അത് ഏക്കാതെ വന്നാൽ മാത്രം ആശുപത്രി പോയ പോരെ. ഇതാ നിങ്ങളുടെ കുഴപ്പം. ഒരാള് ഒരു കേസിൽപ്പെട്ടാൽ ആദ്യം വഴിയെ പോകുന്ന ആളോടാണോ കേസിന്റെ കാര്യം ചോദിക്കുന്നത്? അല്ല, നേരെ വക്കീലിന്റെ അടുത്ത് വരും. എന്തുകൊണ്ടാണ്? കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാവുന്നത് വക്കീലിനാണ്. അതുപോലെ ആർക്കെങ്കിലും കരം തീർത്ത രസീത് വേണമെന്ന് കരുതുക. 10 രൂപയെ കരമുള്ളൂ. അതുകൊണ്ട് വഴിയരികിലുള്ള ഏതെങ്കിലും മുറുക്കാങ്കടയിൽ നിന്ന് രസീത് വാങ്ങാമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? കരം 10 രൂപയായാലും 1000 രൂപയായാലും അത് ലഭിക്കണമെങ്കിൽ വില്ലേജ് ഓഫീസിൽ തന്നെ വരണം. അതുപോലെയാണ് രോഗത്തിന്റെയും ചികിത്സയുടെയും കാര്യം. എത്ര ചെറിയ അസുഖമാണെങ്കിലും അതിന്റെ മരുന്ന് ഡോക്ടറെ കണ്ട് തന്നെ വാങ്ങണം നമ്മൾ. ശരി, സമ്മതിച്ചു. എങ്കിൽ മോഹനയുടെ ഒരു 10 മിനിറ്റ് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോകുന്ന വഴി ഡോക്ടർ വാസുദേവന്റെ വീട്ടിൽ കയറാം. ഡോക്ടർ മരുന്ന് പറഞ്ഞു തരും. പക്ഷെ ഒരു തലവേദനയുടെ പേരിൽ ഡോക്ടറെ കണ്ട ആവശ്യം എന്താ? എന്റെ ദൈവമേ, മോഹനേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് ഡോക്ടറെ കാണാതെ മരുന്ന് കഴിക്കില്ലെന്ന്? ചെറിയ തലവേദനയ്ക്കൊന്നും ഡോക്ടറെ കണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് വിശ്രമിച്ചാൽ മാറിക്കോളും. ഞാൻ കുറച്ചു നേരം വിശ്രമിച്ച് വെറുതെ ഇരിക്കാൻ നോക്കട്ടെ. നീ എന്നെ ശല്യപ്പെടുത്തരുതാ മതി. ഞാനൊരു ശല്യത്തിനും വരുന്നില്ല. പക്ഷെ മണി 9 കഴിഞ്ഞു. ഒരുപാട് വിശ്രമിച്ചോണ്ടിരുന്നാൽ ആബി ചെല്ലുമ്പോഴത്തേക്കും വൈകും. അങ്ങനെ അത്യാവശ്യ നിർമ്മങ്ങൾ എടുക്കാനുള്ളതാണല്ലോ ലീവ് എന്ന ഏർപ്പാട്. ഇന്ന് ദിവസം ലീവ് എടുത്ത് ഇവിടെ ചുമ്മാ ഇരുന്ന തലവേദനയൊക്കെ മാറിക്കോളും. ഞാൻ ശിശുപാലിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ലീവാണെന്ന്. ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ. തലവേദനയുടെ പേരിൽ വില്ലേജ് ഓഫീസർ ലീവ് എടുക്കുന്നു. കാക്ക വല്ല മലന്ന് പറക്കുന്നുണ്ടോ? ഓ, അപ്പൊ അതാണല്ലേ കാര്യം. വില്ലേജ് ഓഫീസർ ആള് കൊള്ളാലോ. മോഹനേട്ടാ, ഈ പനി എപ്പോഴാ തുടങ്ങിയതെന്നാ പറഞ്ഞത്? രാവിലെ ഉണ്ടായിരുന്നു, ഇപ്പൊ കൂടി. അപ്പോ ഇന്ന് ലീവ് എടുക്കാൻ തന്നെ തീരുമാനിച്ചു? അതെ, ഇന്ന് ലീവ് എടുക്കാൻ മാത്രമല്ല, ഇന്നത്തെ ദിവസം ഈ കട്ടിൽ തന്നെ കിടന്ന് റെസ്റ്റ് എടുത്താലേ ഇത് മാറും. ഇപ്പോഴത്തെ കാലത്തെ പനിയെ വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. വിശ്വസിക്കാൻ കൊള്ളാത്തത് പനിയെയാണോ മോഹനേട്ടനെയാണോ? അത് നീ അങ്ങനെയൊക്കെ പറയുന്നത്? ഈ പനി ഇപ്പൊ എന്തിന്റെ പേരിലാ ഉണ്ടായതെന്ന് എനിക്ക് മനസ്സിലാവില്ലെന്നാണോ മോഹനേട്ടൻ കരുതിയത്? അതിപ്പോ പനി വരാൻ പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ? ആ, ഇന്നലെ ഞാൻ ആഫീസിൽ ഇറങ്ങിയിട്ട് ഒരു സ്ഥലം അളക്കാൻ പോയിരുന്നു. അളക്കുന്നതിനിടയിൽ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അത് നനഞ്ഞായിരിക്കും പ്രശ്നം. അല്ലാതെ ഹരിചന്ദ്ര സാറിന്റെ പാലുകാച്ചലിന് പോവേണ്ടി വരും എന്നുള്ളത് കൊണ്ടല്ല. മോഹനേട്ട ആരുടെ അടുത്താ ഈ വേഷം കെട്ട്? ഈ സ്വഭാവം ഞാൻ കടന്നിറങ്ങിയിട്ട് വർഷം എത്രയാന്ന് മോഹനേട്ടൻ തന്നെ അറിയാലോ. എന്റെ ബന്ധുക്കളുടെയോ പരിചയക്കാരുടെയോ വീട്ടിൽ എന്താഘോഷം ഉണ്ടായാലും ഒന്നുകിൽ എനിക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോവേണ്ടി വരും. എവിടെയെങ്കിലും മോഹനേട്ടൻ എന്റെ കൂടെ ഒന്ന് വന്നിട്ടുണ്ടോ? ഹരിചന്ദ്ര സാറ് വീടിന്റെ പാലുകാച്ചിലാണെന്ന് പറഞ്ഞപ്പോഴും ഞാൻ കരുതിയത് ഒറ്റയ്ക്ക് തന്നെ പോവേണ്ടി വരുന്ന. പക്ഷെ കാര്യം മോഹനേട്ടനോട് പറഞ്ഞപ്പോ മോഹനേട്ടൻ പറഞ്ഞു കൂടെ വരാന്ന്. ഞാനത് വിശ്വസിച്ചു. ഇന്നലെ വിളിച്ചപ്പോഴും ഹരിചന്ദ്ര സാറിനോട് പറഞ്ഞു മോഹനേട്ടൻ വരുമെന്ന്. ഇനി മോഹനേട്ടല്ലാതെ ഞാൻ എങ്ങനെ അവിടെ കയറി ചെല്ലും മോഹനേട്ടാ? അതിപ്പോ വെറുതെ അല്ലല്ലോ, എനിക്ക് പനിയും തലവേദനയുള്ളണ്ടല്ലേ. ആരോടാണ് മോഹനേട്ടൻ ഈ ന്യായം പറയണേ? ഇതിനു മുന്നേ എത്രയോ വട്ടം മോഹനേട്ടന് പനി വന്നിട്ടുണ്ട്. ഇതുപോലത്തെ കള്ളപ്പനിയല്ല, തൊട്ടാൽ പൊള്ളുന്ന പനി. അന്നൊക്കെ ഞാൻ മോഹനേട്ടന്റെ കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ലീവ് എടുത്ത് ഇവിടെ ഇരിക്കാൻ.
അപ്പോഴൊന്നും മോഹനേട്ടൻ അത് കേട്ടിട്ടില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അത്ര നിസ്സാര കാര്യത്തിന്റെ പേരിൽ ലീവ് എടുത്താൽ നാട് മുടിഞ്ഞു പോകും, ഞാൻ ലീവ് എടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞ മോഹനേട്ടൻ ആഫീസിൽ പോയിട്ടുണ്ട്. ആ മോഹനേട്ടനാണ് ഇപ്പോ തലവേദനയാണെന്നും പറഞ്ഞ് മൂടി പൊതിച്ച് കിടക്കാൻ നോക്കുന്നത്. നീ എന്താ പാമ പറയുന്നേ? അന്ന് ആഫീസിൽ പോയാലും പ്രശ്നമില്ലെന്ന് എനിക്ക് തോന്നിപ്പോയി. ഇന്ന് പക്ഷെ ഭയങ്കര തലവേദനയാ. ഇതും വെച്ചോണ്ടെങ്കിൽ ആഫീസിൽ പോവും. ആഫീസിൽ പോകുന്നല്ലോ മോഹനേട്ട പ്രശ്നം. ആഫീസിൽ പോയാൽ ഉച്ചയ്ക്കിറങ്ങി എന്റെ കൂടെ പാല് കാച്ചലിന് വരേണ്ടി വരുമല്ലോ. പാല് കാച്ചലിന് മാത്രമായിട്ട് വരാതിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പടങ്ങൂല്ലോ. എങ്കിൽ പിന്നെ ഒരു ദിവസം ലീവ് അങ്ങ് പോട്ടെന്ന് വെച്ചു. ആഫീസിനായിരിക്കും. എനിക്ക് പനിയായതുകൊണ്ട് വരാൻ പറ്റില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആര് വിളിച്ചാലും ഞാൻ കിടപ്പിലാണെന്ന് പറഞ്ഞാൽ മതി. ഫോൺ എടുക്കാൻ പോലും വയ്യാതെ കിടന്ന് ഉറങ്ങുകയാണെന്ന് പറഞ്ഞാൽ മതി. ഉച്ച കഴിഞ്ഞ് വരാമെന്നും പറഞ്ഞേക്കാം. അല്ല, 2 മണി കഴിയുമ്പോഴേക്കും മോഹനേട്ടന്റെ പ്രശ്നം കഴിയുമല്ലോ. പിന്നെ ധൈര്യമായിട്ട് ആഫീസിൽ പോവാലോ. ഹലോ. ആ വക്കീലെ, ഞാനാണ് ഉത്തമൻ. എന്താ ഉത്തമ? സാറല്ലേ എവിടെ? ഉണ്ട്. സാറിന് വർത്താനം പറയാൻ പറ്റില്ലല്ലോ ഉത്തമ. അയ്യോ, അത് പറ്റി? അടവ് അല്ലാതെന്താ? എന്നെ തോപ്പിക്കാനായി സാർ രാവിലെ തന്നെ പനിയാണെന്ന് പറഞ്ഞ് കയറി കിടക്കുക. ആര് വിളിച്ചാലും ഫോൺ കൊടുക്കണ്ടെന്നും പറഞ്ഞു. അയ്യോ, ഒരു അത്യാവശ്യ കാര്യമാണ് വക്കീലെ, ഒന്ന് വിളിക്കോ? ഞാൻ വിളിച്ചു നോക്കാം. മോഹനേട്ടാ, ഉത്തമനാ. ഉത്തമ, ഇന്ന് ഉച്ചയ്ക്ക് ഞാനും മോഹനേട്ടനോട് ഒരു സ്ഥലത്ത് പോകാനിരുന്നതാണ്. അത് കഴിയില്ലാത്തതുകൊണ്ട് പനിയാണെന്ന് പറഞ്ഞ് കേറി ഒറ്റ കിടപ്പ്. മോഹനേട്ടൻ ഇത്രയും കാലത്തിനിടയ്ക്ക് എന്തെങ്കിലും ലീവ് എടുത്തായിട്ട് ഉത്തമ കണ്ടിട്ടുണ്ടോ? അപ്പൊ ശരിക്കും പനിയായിരിക്കും വക്കീലെ. ആരാണ് ഉത്തമ ഇതൊക്കെ പറയണത്? നിസ്സാര ലാഭത്തിന് വേണ്ടി മോഹനേട്ടൻ ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. വന്നല്ലോ ഉത്തമന്. ഹലോ. അതെ അതെ. ആ ശരി ശരി. ഓ, ഇത്ര ഉണ്ടായിരുന്നല്ലോ. അവിടെ നിക്ക്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. എന്ത് തീരുമാനം? പനിയും തലവേനയും മാറണമെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കും. ആരാണ് മോഹനേട്ടൻ ഇത് പറയണത്? ഞാൻ മോഹനേട്ടനെ കാണാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? അത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം എത്രയായി? ഇതുവരെ ഒരു കാര്യമില്ലാതെ ഞാൻ ലീവ് എടുക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ചെറിയ അസുഖം വല്ലതുമാണെങ്കിൽ ഞാൻ ആഫീസിൽ പോകുന്നത് നീ കണ്ടിട്ടുള്ളതല്ലേ? ഇപ്പൊ ഒട്ടും സഹിക്കമായ തലവേന. പച്ചക്കള്ളം. ഭാമേ, ഹരിചന്ദ്രൻ വക്കീലിന്റെ പാല് കാച്ചിന് പോകാതിരിക്കാൻ വേണ്ടി ഒരു ദിവസത്തെ ലീവ് ഞാൻ കളയുമെന്ന് പറഞ്ഞാൽ ശത്രുക്കൾ പോലും വിശ്വസിക്കില്ല. അതല്ലല്ലോ മോഹനേട്ടൻ ഇവിടുത്തെ കണക്ക്. ഇന്നലെ ഹരിചന്ദ്രൻ സാറിന്റെ വീട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോ മോഹനേട്ടൻ അത് സമ്മതിച്ചു. ഉച്ചയ്ക്ക് 1 മണിക്ക് പോവാം, 2 മണിക്ക് തിരിച്ചു വരാം. മോഹനേട്ടന് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഉണ്ടാവാനില്ല. ഇന്ന് രാവിലത്തെ കാര്യം അങ്ങനെ തന്നെ. മോഹനേട്ടന് പനിയില്ല, തലവേദനയില്ല, ചുമയില്ല. പക്ഷേ ഇതിനിടയിൽ ആ പ്രസന്റേഷൻ വാങ്ങുന്ന കാര്യം ഞാൻ പറഞ്ഞപ്പോ കഥയെല്ലാം മാറി. നല്ലൊരു സമ്മാനം വാങ്ങണമെങ്കിൽ 12,000 രൂപ ചെലവാവൂലോ. അപ്പോഴാണ് മോഹനേട്ടന് അപകടം മനസ്സിലായത്. ഉടനെ വന്നു പനി, ചുമ, തലവേദന. എന്റെ അമ്മോ, ഇതല്ല മോഹനേട്ട സത്യം. ഒരു ദിവസം ലീവ് എടുത്താൽ ശമ്പള ഇനത്തിൽ നഷ്ടമാവുന്നത് 1000 രൂപയിൽ താഴെ. പ്രസന്റേഷൻ വാങ്ങണമെങ്കിൽ 2500 രൂപ. അപ്പൊ പനിയാണെന്ന് പറഞ്ഞ് പാലകാച്ചിന് പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ ലാഭം 1500 രൂപ. അതല്ലേ മോഹനേട്ടൻ ഈ കള്ളപ്പനിയുടെ പിന്നില്? അല്ല, എനിക്ക് ശരിക്കും പനിയാ. കഷ്ടണ്ട് മോഹനേട്ടാ. പിശുക്കന്മാരെ ഒരുപാട് മനുഷ്യന്മാരെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് കുറച്ച് കടന്നു കയ്യാ. മോഹനേട്ടൻ ഈ ലോകത്തുള്ള സകല കാര്യങ്ങളും, സ്നേഹവും ബന്ധവും എല്ലാം പൈസയുടെ ലാഭം നോക്കിയാണ് തീരുമാനിക്കുന്നത്. ഇത് നല്ലതല്ല മോഹനേട്ടാ. അങ്ങനെ തലവേന കുറച്ചു നേരം പോയി കിടക്കട്ടെ. ഇനി ആര് വിളിച്ചാലും ഫോൺ കൊടുക്കണ്ട. ഫോൺ സംസാരിച്ചാൽ തലവേന കൂടും. എന്തൊരു സാധനം നോക്കിയേ. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. മോഹനേട്ടാ, ഇന്ന് പാലുകാച്ചൽ എന്റെ കൂടെ വരില്ലാന്ന് തീരുമാനിച്ചു. നീ എന്താ പാമ ഇങ്ങനെ കണ്ണിച്ചോരല്ലേ സംസാരിക്കുന്നേ? ആഫീസിൽ പോലും പോകാൻ പറ്റാതെ ഞാൻ എങ്ങനെയാ പാലേജിന് വരുന്നേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി ഒരു സംഭവം. പാലേജ് കഴിഞ്ഞാലും വീട് അവിടെ തന്നെ കാണുമല്ലോ. അത് നടക്കില്ല മോഹനേട്ടാ. പോവാണെങ്കിൽ ഇന്ന് തന്നെ പോണം.
ഇന്ന് പാലുകാച്ചൽ എന്റെ കൂടെ വരില്ല എന്നാണ് മോഹനേട്ടന്റെ തീരുമാനമെങ്കിൽ ഇനി മറ്റുള്ള കാര്യങ്ങളിൽ എനിക്കും തീരുമാനം എടുക്കേണ്ടി വരും. എന്ത് തീരുമാനം? ഇനി ഈ ജന്മത്ത് മോഹനേട്ടന്റെ കൂടെ ഒരു പരിപാടിക്കും ഞാൻ വരില്ല. അതിപ്പോ എത്ര വലിയ അത്യാവശ്യമായാലും. നീ ഇതിന് മാത്രം വാശി പിടിക്കാൻ ഇവിടെ എന്തുണ്ടായി പാമേ? എന്താ ഉണ്ടായെന്നോ മോഹനേട്ട? 10,000 ലാഭിക്കാനായി മോഹനേട്ടൻ ഇപ്പൊ എന്റെ മുന്നിൽ കാണിക്കുന്ന ഈ നാടകമുണ്ടല്ലോ, ഈ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ഭർത്താക്കന്മാര് പോലും ഇത്രയും വൃത്തികെട്ട നാടകം കാണിക്കാൻ നിൽക്കില്ല. കയ്യിലിരിക്കുന്ന കാശിനോട് എന്നോടുള്ളതിനെക്കാട്ടിലെ സ്നേഹമാണെങ്കിൽ മോഹനേട്ടൻ അത് പറ. ഒരു പ്രസന്റേഷനും വാങ്ങണ്ട. കയ്യിലൊരു സമ്മാനം ഇല്ലാതെ ഞാൻ ആ വീട്ടിൽ കയറി ചെന്നെന്ന് ഓർത്ത് ഹരിചന്ദ്ര സാർ എന്നെ ഇറക്കി വിടാനൊന്നും പോകുന്നില്ല. അല്ലെങ്കിലും മോഹനേട്ടൻ ആർത്ത് കൈക്ക് ഉപ്പ് തേക്കാത്ത പിശുക്കനാണെന്ന് നന്നായിട്ട് അറിയാവുന്ന ആളാണല്ലോ ഹരിചന്ദ്ര സാറ്. എന്തു പറയുന്നു? പ്രസന്റേഷൻ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. എന്നോട് വരാൻ പറ്റൂല്ലയോ? ഞാൻ എങ്ങനെ വരും? എനിക്ക് തലവേദനല്ലേ. ഇത്രയും വലിയ തലവേദന വെച്ചോണ്ട് മതി മോഹനേട്ടാ, എനിക്കെല്ലാം മനസ്സിലായി. ഇനി ഇങ്ങനെ ഒരു കാര്യവും ഞാൻ മോഹനേട്ടനോട് പറയില്ല. തീർന്നല്ലോ മോഹനേട്ടന്റെ പ്രശ്നം. ഫോൺ എടുത്തിട്ട് എന്ത് പറയണം? എനിക്ക് പണിയാണെന്ന് പറഞ്ഞാൽ ഓ ശരി, നടക്കട്ടെ. ഒരു കാര്യം മാത്രം മോഹനേട്ടൻ ഓർത്തോ, ഓരോർക്കം കൊണ്ട് നേരം വെളുക്കില്ല. ഹലോ വക്കീലെ, ഞാനാ ശിശുപാലൻ. എന്താ ശിശുപാലൻ ചേട്ടാ? മോഹനേഷൻ സാറിനെ ഒന്ന് അത്യാവശ്യമായിട്ട് കിട്ടണം. ഫോണൊന്ന് കൊടുക്കാമോ? അയ്യോ, ഒരു രക്ഷയില്ല. മോഹനേട്ടന് പനി കൂടി ബോധം കിട്ടുപോയി. ഇനി വൈകുന്നേരം ആകാതെ ബോധം വരില്ല. വക്കീലെ, ഇതൊരു അത്യാവശ്യ കാര്യമാണ്, ഒന്ന് കൊടുക്ക. എന്ത് അത്യാവശ്യമായിട്ട് എന്താണ് ശിശുപാലൻ ചേട്ടാ കാര്യം? മോഹനേട്ടൻ ഒട്ടും വയ്യ. ആര് വിളിച്ചാലും ഫോൺ കൊടുക്കണ്ടെന്നാ പറഞ്ഞേക്കണേ. ഇനി ഞാനായിട്ട് വിളിച്ചിട്ട് മോഹനേട്ടൻ ചീത്തയൊക്കെ എന്നെ കൊണ്ട് വയ്യ. വക്കീലെ, വിളിക്കുന്ന ഞാനാണെന്ന് പറഞ്ഞാൽ മോഹനേട്ടൻ സാറ് ഫോൺ എടുക്കും. സാക്ഷാൽ ബ്രഹ്മാവ് വിളിച്ചാലും ഫോൺ കൊടുക്കണ്ടെന്നാണ് മോഹനേട്ടൻ പറഞ്ഞേക്കുന്നത്. വക്കീലെ, ഡെപ്യൂട്ടി തഹസീൽദാർ രാജേന്ദ്ര സാറ് വിളിച്ചാലോ എന്ന് പേടിച്ചാ ഫോൺ കൊടുക്കല്ലെന്ന് സാറ് പറഞ്ഞിരിക്കുന്നത്. രാജേന്ദ്ര സാറിന്റെ ഒരു ബന്ധുവിന്റെ വസ്തു പോക്കുവരവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാജേന്ദ്ര സാറും മോഹനേട്ടൻ സാറും ഫോണിൽ ഒരു ചെറിയ തർക്കമായി. നിയമപ്രകാരം അത് പോക്കുവരവ് ചെയ്യാൻ പറ്റില്ലെന്ന് മോഹനേട്ടൻ സാറ് തീർത്തു പറഞ്ഞു. ഇന്ന് രാജേന്ദ്ര സാർ ആഫീസിലേക്ക് വരുമെന്ന് ഇന്നലെ പറഞ്ഞു. അങ്ങനെ രാജേന്ദ്ര സാറ് നേരിട്ട് വന്ന് പോക്കുവരവ് ചെയ്യാൻ നിർബന്ധിച്ചാലോ എന്നോർത്താ മോഹനേട്ടൻ സാറിന്ന് ലീവ് എടുത്തത്. എന്നെ സാറ് കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. പനിയാണെന്ന പേര് ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കാൻ പോവുക, അതല്ലാതെ വേറെ വഴിയില്ലെന്ന് പറഞ്ഞു. ഞാനിപ്പോ വിളിച്ചത് ഇന്ന് രാജേന്ദ്ര സാറ് വരില്ലെന്ന് പറയാൻ വേണ്ടിയാ. അത് കളക്ടർ അടിയന്തര മീറ്റിംഗ് വെച്ചതുകൊണ്ട് രാജേന്ദ്ര സാറിന് ഇന്ന് കളക്ടറേറ്റിൽ പോയേ പറ്റൂ. മോഹനേട്ടൻ സാറിന് ധൈര്യമായിട്ട് ഓഫീസിലോട്ട് വരാൻ പറയണം വക്കീലെ. ശരി, ഞാൻ പറഞ്ഞോളാം. ഓ ശരി. അപ്പൊ അതായിരുന്നല്ലേ കാര്യം. ശിശുപാലൻ ചേട്ടനായിരുന്നു. മോഹനേട്ടന് വയ്യാന്ന് പറഞ്ഞപ്പോ കാര്യം അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ഡെപ്യൂട്ടി തഹസിൽദാർ രാജേന്ദ്ര സാറ് ഇന്ന് വില്ലേജ് ഓഫീസിൽ വരില്ല എന്ന്. കളക്ടറേറ്റിൽ എന്തോ അത്യാവശ്യമുള്ളത് കൊണ്ട് സാറ് പോന്നു എന്ന്. മോഹനേട്ടനോട് ധൈര്യമായിട്ട് ഓഫീസിലേക്ക് എന്നോളാൻ പറഞ്ഞു. എന്റെ മോഹനേട്ട, ഇതിനാണോ ഈ പനിയുടെ തലവേദനയുടെ ഒക്കെ കാര്യം പറഞ്ഞത്? വേറെ വഴിയൊന്നുമില്ലായിരുന്നു. ഇന്നലെ ഞാനും രാജേന്ദ്ര സാർ തമ്മിൽ ഫോണിൽ സംസാരിച്ച് വഴക്കുണ്ടായി. അപ്പോഴാ സാറ് പറഞ്ഞത് ഇന്ന് ആഫീസിലേക്ക് വരുമെന്ന്. മേലെ ദിവസമല്ലേ ആഫീസിൽ വന്ന് ഒരു പരിധിക്കപ്പുറം നിർബന്ധിച്ച അനുസരിക്കേണ്ടി വരില്ലേ? രാവിലെ പത്രം വായിച്ചപ്പോ എന്തോ ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്ന വായിച്ചേ.
മേലുദ്യോഗസ്ഥൻ നിർബന്ധിച്ച് ജയിച്ചതാ. സംഗതി പ്രശ്നമായപ്പോ മേലുദ്യോഗസ്ഥൻ കൈ വളർത്തി. അതുപോലെ തന്നെ വരുന്നതിനേക്കാൾ നല്ലത് ലീവ് എടുക്കുന്നതല്ലേ. അതുകൊണ്ട് പനിയാണെന്ന് പറയാന്ന് വെച്ചു. ഇന്ന് പനിയാണെന്ന് പറഞ്ഞ നാളെ രാജേന്ദ്ര സാർ വരില്ലേ? അല്ല, നാളെ തഹസിൽദാർ ലീവ് കഴിഞ്ഞ് വരുമല്ലോ. എന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അതുവരെ ഒഴിവൊഴിവ് പറയാൻ കണ്ടുപിടിച്ച വഴിയാ ഈ പനി. എന്നോടൊന്ന് പറയാറുന്നില്ലേ മോഹനേട്ടാ? സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വഴക്കുണ്ടാക്കുവോ? പക്ഷെ നീ കളിയാക്കും. രാജേന്ദ്ര സാറിനെ പേടിച്ച് ലീവ് എടുത്ത് വീട്ടിൽ ഇരുന്നെന്ന് പറയും. ഇപ്പൊ മാത്രമല്ല, നാളെ മറ്റന്നാളൊക്കെ നീ പറയും. മോഹനേട്ടാ, ഒരു സർക്കാർ ഓഫീസിലെ കീഴുദ്യോഗസ്ഥൻ അനുഭവിക്കുന്ന പ്രയാസമൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളല്ലേ മോഹനേട്ടാ ഞാൻ. അതിന്റെ പേര് ഞാൻ മോഹനേട്ടനെ കളിയാക്കൂ? ഉത്തമന് എന്താണ് ചോദിക്കുക? സാറേന്നല്ലേ വിളിച്ചത്? പക്ഷെ എനിക്ക് പനിയാണല്ലോ. ആ പനി മാറിയല്ലോ. എന്നാലും നീ പോയി ചോദിച്ചാൽ മതി. ചെല്ല്. നമസ്കാരം ഡോക്കിയല്ലേ. സാറിന് പനി എങ്ങനെയുണ്ട്? അത് കുറച്ച് കൂടിയനം പനിയാ ഉത്തമ. പെട്ടെന്നൊന്നും മാറുന്ന ലക്ഷണമില്ല. പക്ഷെ ഞാനിന്ന് രാവിലെ 7 മണിക്ക് വിളിച്ചിരുന്നതാണല്ലോ. അപ്പൊ പനിയുടെ കാര്യം സാർ പറഞ്ഞൊന്നുമില്ല. അത് കഴിഞ്ഞല്ലേ മോഹനയുടെ പത്രം വായിച്ചത്. പത്രം വായിച്ചു കഴിഞ്ഞപ്പോ ഉണ്ടായതാണ് ഈ പെട്ടെന്നൊരു പനി. പത്രം വായിക്കുമ്പോ പനിയാ? പക്ഷിപ്പനി എന്ന് കേട്ടിട്ടുണ്ട്. ഈ പത്രപ്പനി കേൾക്കുന്ന ആദ്യമായിട്ടാ. അങ്ങനെ ഒരു തരം പനിയുണ്ട്. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അത് വന്നിട്ടുള്ളൂ. ഇപ്പൊ മോഹനയുടെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വക്കീലെ. അയ്യോ നമസ്കാരം സാർ. ഞാൻ ഇന്നലെ വീട്ടിലെത്തിയപ്പോ രാത്രി 9 മണിയായി. പിന്നെ രാത്രി ഇവിടെ വന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് ഉച്ചയ്ക്കാണ് ഹരിചന്ദ്ര സാറിന്റെ വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞപ്പോ രാവിലെ കൊണ്ടുവന്ന് തന്നാ മതിയല്ലോ എന്ന് കരുതി. ഇതായിരുന്നു. ഇതെന്താ? അത് കൊള്ളാം. അപ്പൊ സാറ് വക്കീലിനോട് കാര്യമൊന്നും പറഞ്ഞില്ലേ? ഹരിചന്ദ്ര വക്കീലിന് കൊടുക്കാൻ സാർ ഇന്നലെ വാങ്ങിയ അടിപൊളി പ്രസന്റേഷൻ ആണിത്. വൈകിട്ട് സോമൻകുട്ടിയുടെ സ്ഥലം അളക്കാൻ പോകാനുണ്ടായിരുന്നുകൊണ്ട് ഇത് എന്നെ ഏൽപ്പിച്ചു. ഞാനാണെങ്കിൽ ഇന്നലെ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോ രാത്രിയാവുകയും ചെയ്തു. അതുകൊണ്ട് സാറിന് പനിയാണെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ പാലാച്ചിന് പോകും? ആ പനിയൊക്കെ മാറി. ഞാൻ പറഞ്ഞില്ലേ അതൊരു വിശേഷപ്പെട്ട പനിയായിരുന്നു. സത്യസുന്ദരായ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വരുന്ന ഒരു തരം പനി. ആ പനി ഇപ്പൊ പൂർണ്ണമായിട്ട് മാറി. സാറേ അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. എനിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലൻകുട്ടി ചേട്ടനെ ഒന്ന് കാണണം. നല്ല കനമുണ്ട്, പിടിച്ചാണേ. സാറാണ് കൊള്ളാലോ. ഈ കളി ഞാൻ ശരിക്കും തോറ്റു. ഈ പ്രസന്റേഷൻ വാങ്ങാതിരുന്നാൽ ലാഭം കിട്ടുന്ന 1500 രൂപയ്ക്ക് വേണ്ടിയാണ് ഞാൻ പനിയാണെന്ന് പറഞ്ഞത് എന്നാണ് നീ പറഞ്ഞത്. ആർക്കായാലും അങ്ങനെയൊക്കെ തോന്നിപ്പോവില്ലേ? രാജേന്ദ്ര സാറിനെ പേടിച്ചാണ് ഓഫീസിൽ പോകാതിരുന്ന. ഒരു വാക്ക് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ മോനേട്ടാ. എന്തായാലും അത് പോട്ടെ. എന്റെ മോഹനയുടെ പുറമെ കാണുന്ന പോലെ ഒന്നുമല്ല. ഭയങ്കര സ്നേഹമുള്ള ആളാ. അതെങ്ങനെ സോപ്പാവും? സത്യമല്ലേ പറഞ്ഞത്? പാവം വില്ലേജ് ഓഫീസർ സത്യസന്ധനായിരിക്കാനുള്ള നെട്ടോട്ടത്തിൽ ഓരോന്ന് ചെയ്തു വയ്ക്കും. അത് സത്യഭാമ പോലും മനസ്സിലാക്കാതെ പോകുന്നതാണ് കഷ്ടം. അല്ല, മോഹനകൃഷ്ണനല്ലേ ഒന്ന് തെറ്റിദ്ധരിച്ചു പോയതിൽ സത്യഭാമയും കുറ്റം പറയാനാവില്ല. എന്നാലും ധാരണകളൊക്കെ മാറി കാര്യങ്ങൾ ശുഭമായ നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം. കാരുണ്യസാരം തുടരുന്നു.